നമസ്കാരം. പഹൽഗാമിലെ ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകിയ പശ്ചാത്തലത്തിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ പലതും ഇത് സംബന്ധിച്ച് ഇപ്പോൾ നിരവധി വാർത്തകൾ നൽകുകയാണ്. ഈ വാർത്തകളിൽ പലതിലും പാകിസ്ഥാൻ്റെ ഭാഗം മാത്രമാണ് കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്കത് വിശകലനം ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ്റെ ഭാഗത്താണ് ശരി എന്ന രീതിയിലും ചില പാശ്ചാത്യ മാധ്യമങ്ങൾ വാർത്തകൾ നൽകുന്നുണ്ട്. ഇതൊന്നും കൂടാതെ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും കയ്യിൽ ആണവായുധങ്ങളുണ്ട് എന്നും ഏതാണ്ട് 170ഓളം ആണവായുധങ്ങൾ ഇവരുടെ രണ്ടുപേരുടെയും കൈവശം ഉണ്ട് എന്നും ഇവ പരസ്പരം പ്രയോഗിക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടും എന്നുള്ള വാർത്തകളുമായും ചില പാശ്ചാത്യ മാധ്യമങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇക്കാര്യത്തിലൊക്കെ തന്നെ അവർ അഭിപ്രായം തേടുന്നത് കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടുള്ള വ്യക്തികളുടെയാണ്. അതുകൂടാതെ നരേന്ദ്രമോദിയെയും BJP ഒക്കെ തന്നെ എതിർക്കുന്ന ഇന്ത്യയിലെ തന്നെ ചില ബുദ്ധിജീവികളുടെയൊക്കെ തന്നെ സഹായം ഇവർ ഇതിനായി തേടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് തിരിച്ചടി കിട്ടിയതിന് ശേഷം നടത്തിയ വ്യാജ പ്രസ്താവനകൾ, അതായത് തട്ടിപ്പ് വാർത്തകളൊക്കെ തന്നെ ഇത് ശരിയാണ് എന്ന രീതിയിലും ഇവർ വാർത്തകൾ നൽകുന്നുണ്ട്. പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ നിന്ന് കനത്ത തിരിച്ചടി നേരിട്ടതിന് ശേഷം പറഞ്ഞത്, ഞങ്ങൾ ഇന്ത്യയിലെ ഏതാണ്ട് 12ഓളം സ്ഥലങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തി ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നൊക്കെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ചില ചിത്രങ്ങൾ ഇവർ പ്രസിദ്ധീകരിച്ചിരുന്നു. പക്ഷേ ഇതൊക്കെ തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ചിത്രങ്ങളായിരുന്നു എന്ന് ഫാക്ട് ചെക്ക് നടത്തിയ ആർക്കും മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇതൊക്കെ തന്നെ യഥാർത്ഥ വാർത്തയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പാശ്ചാത്യ മാധ്യമങ്ങൾ പലതും വാർത്തകൾ നൽകുന്നത്. മാത്രമല്ല, ഇതോടൊപ്പം കൊടുത്തിട്ടുള്ള ചിത്രങ്ങളിലൊക്കെ തന്നെ അവിടുത്തെ കൊച്ചുകുട്ടികളും മറ്റും പരിക്കേറ്റ ആശുപത്രിയിൽ കിടക്കുന്ന ചിത്രങ്ങളും ഇവർ വ്യാപകമായി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ആക്രമണത്തിൽ തന്നെയാണ് ഒരു പരിക്ക് പറ്റിയതെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു തരത്തിലുമുള്ള സൂചന ലഭിച്ചിട്ടില്ല. അങ്ങനെ ആഗോളതലത്തിൽ തന്നെ ഇന്ത്യക്കെതിരെ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുന്നതിന് പിന്നിൽ ഇന്ത്യ എന്ന രാജ്യം വളരെ എളിയ നിലയിൽ നിന്ന് ഇത്രയും വലിയൊരു ശക്തിയായി, അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിലാണെങ്കിലും പ്രതിരോധ മേഖലയിലാണെങ്കിലും ഒക്കെ തന്നെ വലിയ ശക്തിയായി മാറുന്നതിലെ അസൂയയാണ് എന്ന് സ്വാഭാവികമായും ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയുകയുമില്ല. ഈ വിശകലന വിദഗ്ധന്മാരൊക്കെ തന്നെ പറയുന്നത് ഇന്ത്യ പ്രകോപനമുണ്ടാക്കി എന്ന രീതിയിലാണ്. മാത്രവുമല്ല, പാകിസ്ഥാൻ പഹൽഗാമിലേക്ക് കടന്നു കയറി ഇത്രയും മനുഷ്യരെ വെടിവെച്ച് കൊന്നതിനെക്കുറിച്ചോ അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചോ പലരും തന്ത്രപൂർവ്വം പല കാര്യങ്ങളും മറച്ചു വയ്ക്കുന്നു എന്ന് മാത്രവുമല്ല, ഇത് ഇന്ത്യ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ സുരക്ഷാ വീഴ്ചയാണ് എന്ന രീതിയിലും ചില പാശ്ചാത്യ മാധ്യമങ്ങൾ വാർത്തകൾ നൽകുന്നുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാരാകട്ടെ തങ്ങളുടെ ഉറച്ച നിലപാടുകളുമായി തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാൻ കേന്ദ്ര സർക്കാരിനെയും തയ്യാറായിട്ടുമില്ല. പാശ്ചാത്യ മാധ്യമങ്ങൾ എക്കാലത്തും ഈ രീതിയിൽ തന്നെയായിരുന്നു ഇന്ത്യയെ കണക്കാക്കിയിരുന്നത്. ഒരു കാലത്ത് തങ്ങളുടെ കീഴിലുണ്ടായിരുന്ന, തങ്ങൾ അടിമകളാക്കി വെച്ചിരുന്ന ഒരു ജനസമൂഹമാണ് അവിടെ ഉള്ളതെന്നും അവർ നന്നാവുന്നത് അത്ര ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന രീതിയിലുമുള്ള പല വാർത്തകളും നേരത്തെയും പുറത്തു വന്നിരുന്നു. ഇന്ത്യ എത്രത്തോളം വളർച്ചയിൽ മുന്നോട്ട് പോകുമ്പോഴും ഇന്ത്യ പുറകോട്ടാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ നൽകുന്നതൊക്കെ തന്നെ ഇവരുടെ ഒരു രീതിയായിരുന്നു. മാത്രവുമല്ല, ഇന്ത്യയിൽ തന്നെയുള്ള ജമ്മു കാശ്മീരിനെ പാകിസ്ഥാൻ്റെ ഭാഗമാക്കി ചിത്രീകരിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ പലപ്പോഴും പാശ്ചാത്യ മാധ്യമങ്ങൾ വളരെ മോശമായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ ചില മാധ്യമങ്ങളാകട്ടെ അമേരിക്ക ഈ സമയത്ത് ഇന്ത്യക്ക് നൽകിയിട്ടുള്ള പിന്തുണയെക്കുറിച്ചും വാർത്തകൾ നൽകിയിട്ടുണ്ട്. ഇന്ത്യയുടെ അവകാശം നിലനിർത്തുന്നതിന്, അല്ലെങ്കിൽ അവരുടെ ജനാധിപത്യമൊക്കെ തന്നെ അവിടെ നിലനിർത്തുന്നതിന്, ജനങ്ങളെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി അവർക്ക് സ്വയം പ്രതിരോധിക്കേണ്ട ഒരവസ്ഥയാണ് ഇപ്പോഴും ഉള്ളത് എന്നും ആ പ്രതിരോധം മാത്രമാണ് അവർ തീർത്തതും എന്നും ചില പാശ്ചാത്യ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തിട്ടുണ്ട്. മാത്രവുമല്ല, പാകിസ്ഥാനിലേക്ക് ഇന്ത്യ ഈ ആക്രമണം നടക്കുമ്പോൾ കൊല്ലപ്പെട്ടത് അവിടെ സാധാരണക്കാരായ മനുഷ്യരല്ല, തീവ്രവാദികൾ തന്നെയാണെന്നും തീവ്രവാദി ക്യാമ്പുകളാണ് ആക്രമിച്ചത് എന്നും ചില മാധ്യമങ്ങൾ വാർത്തകൾ നൽകിയിട്ടുണ്ട്. എന്നാലും മൊത്തത്തിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വാർത്തകളിൽ പലതിലും വ്യംഗ്യമായിട്ടെങ്കിലും ഇന്ത്യക്കെതിരായ പരാമർശങ്ങളുണ്ട് എന്ന് തന്നെയാണ്. മാത്രവുമല്ല, ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആൻ്റോണിയോ ഗുട്ടറസിൻ്റെ പ്രസ്താവന ഇവരെല്ലാം തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടി കൊടുത്തിട്ടുമുണ്ട്. ഈ ഏറ്റുമുട്ടൽ തുടർന്നാൽ അത് വലിയ ദുരന്തത്തിലേക്ക് എത്തുമെന്നായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നത്. എന്നാൽ ഐക്യരാഷ്ട്രസഭയാകട്ടെ അത് ഇസ്രായേലിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇന്ത്യയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ കൃത്യമായി യാതൊരു നിലപാടും സ്വീകരിക്കുന്നില്ല എന്നുള്ള പരാതിയും വ്യാപകമാണ്. ഇസ്രായേലാകട്ടെ ഹമാസിൻ്റെ പ്രതിനിധികളെ പോലെയാണ് ആൻ്റോണിയോ ഗുട്ടറസ് പെരുമാറിയെന്ന് പലതവണ ആരോപണം ഉന്നയിക്കുകയും ഐക്യരാഷ്ട്രസഭയിൽ നേരിട്ട് ചെന്ന് പൊതുസഭയിൽ ഐക്യരാഷ്ട്രസഭയ്ക്കെതിരെ പ്രസംഗിക്കുക വരെ ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ തന്നെ കൂടുതൽ കാര്യങ്ങൾ ഊതിപ്പെരുപ്പിച്ച് ആണ് നൽകുന്നത് എന്ന സത്യം ഒന്നുകൂടി അരക്കെട്ടുറപ്പിക്കുകയാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ഈ ഒരു വാർത്തകൾ.